ഇപ്പോൾ ഇനി ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ചിലപ്പോൾ ഇത് കിട്ടിയെന്നും വരാം. ഏതായാലും നമുക്കിതിൻ്റെ അകത്തെന്താ ഉള്ളതെന്ന് നോക്കാം. നമസ്കാരം, കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെഡ്ഫോൺസാണ് റിവ്യൂ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ഫോൺസ് എല്ലാവരും കൂടുതൽ ഫോൺസായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ഫോൺസിന് എല്ലാത്തിനും ബ്ലൂടൂത്തും ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് ഇപ്പോൾ കൺസിഡറബിളി ചീപ്പറാണ്. അത് 1000 രൂപ താഴെ തന്നെ ഒരുപാട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ 500 രൂപ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബേസൊക്കെ ഉള്ള ഹെഡ്സെറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്ന പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പോലത്തെ പഴയെന്ന് വെച്ചാൽ 10 ഇയേഴ്സ് മുമ്പ് വരെ ആളുകൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ഈ വയേർഡ് ഹെഡ്സെറ്റാണ്. അപ്പോൾ വയേർഡ് ഹെഡ്സെറ്റ് ഇന്നത്തെ കാലത്തിന് റെലവൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസും കുട്ടികളും എല്ലാം ഓൺലൈൻ ക്ലാസ്സസാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് ആളുകൾ ഒരുപാട് ഓൺലൈൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓൺലൈനാണ്. അപ്പോൾ വീഡിയോ കോൾസ് എല്ലാം ചെയ്യുമ്പോൾ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് 1000 റുപ്പീസിൻ്റെ മുകളിലേക്ക് നല്ല ഹെഡ്സെറ്റ്സ് കിട്ടും. എന്നാലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത് കണക്ട് ചെയ്യാനും പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യാനും അതൊക്കെ എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് ചെയ്യണമെന്ന് പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരൻസിനൊക്കെ പെട്ടെന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാനോ സ്റ്റുഡൻസിന് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് ഇപ്പോൾ പ്രെയർ മീറ്റിംഗ്സ് ഒക്കെ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കുറച്ചൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോഴും ഫോണിൽ കണക്ട് ചെയ്യുമ്പോഴെല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പഴയ ബാക്ക് ടു ദ ബേസിക്സ് എന്ന് പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന പഴയ കാലത്തുള്ള ടൈപ്പ് ഒരു വൺ സൈഡിൽ മൈക്രോഫോണുള്ള ടൈപ്പ് ഹെഡ്സെറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരുപാട് ചൈനീസ് പ്രോഡക്ട്സ് വരുന്നുണ്ട് 200 റുപ്പീസിൻ്റെ മുകളിലേക്കുള്ള. അത് ക്വാളിറ്റി മോശമായിരിക്കും. മേ ബി ഒരു 6 മന്ത്സിനുള്ളിൽ അത് കേടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ലോജിടെക് പോലെയുള്ള നല്ല കമ്പനിയുടെ ഹെഡ്സെറ്റ്സ് നോക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഇന്ത്യയിലും അതുപോലെ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ വിട്ടുപോയൊരു മോഡലാണ് H111 എന്ന് പറഞ്ഞ മോഡൽ. ഇതിന് അറൗണ്ട് 890-900 റുപ്പീസാണ് ഏകദേശം പ്രൈസ് വരുന്നത്. പക്ഷേ ഇത് റീറ്റെയിൽ ചെയ്യുന്നതിനേക്കാളും കുറവ് പ്രൈസ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന മോഡൽ 790 റുപ്പീസിനാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഡ്യൂറബിലിറ്റി നല്ലതാണ്. ഇതിൻ്റെ ലോജിടെക്കിൻ്റെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോജിടെക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഒരുപാട് കാലത്ത് 10 ഇയേഴ്സ് പ്ലസ് ആയിട്ട് ഇപ്പോൾ മൗസുകളും അതോ കീബോർഡ്സ് എല്ലാം ലോജിടെക്, അത് ഈവൻ വെബ് ക്യാംസ് വരെ ലോജിടെക്കിൻ്റെയാണ് ഇന്ത്യയിൽ പോപ്പുലറായിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോജിടെക്കിൻ്റെ തന്നെ ഹെഡ്ഫോൺസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. ഈ H111 മോഡലിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരാം. ഇത് പ്യുവർലി ഫോർ വോയിസ് ആൻഡ് ഫോൺ ഓൺലൈൻ കോൾസ്, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനാണ്. ഇത് മ്യൂസിക് ഓറിയൻറ്റഡ് ഹെഡ്സെറ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് കാലം ലാസ്റ്റ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. പിന്നെ ഒരു 1 ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട്. അത് ലോജിടെക്കിൻ്റെ സർവീസ് സെൻറ്റേഴ്സെല്ലാം ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. ഇതൊരു അൺബോക്സിംഗ് ആണെന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് അൺബോക്സിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനിത് ഓൾറെഡി എൻ്റെ സീല് പൊട്ടിച്ച് എടുത്ത് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. എന്നാലും നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി ഞാനിത് തിരിച്ച് ബോക്സിലേക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള പാക്കിങ്ങിലാണ് വരുന്നത്. ഇതൊരു നല്ല പാക്കിങ് വരും നല്ലതെന്ന് പറയും. കാരണം ഒരു ലോജിടെക് ആയതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് അനുസരിച്ചുള്ള ഒരു നല്ല പാക്കിങ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ പ്രത്യേകിച്ച് ഇതിൻ്റെ പേര് ലോജിടെക് എന്നുള്ളത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ H111 എന്ന് മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ ലോജിടെക്കിൻ്റെ ബ്രാൻഡിങ് എവിടെ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിച്ചു പോകാം. അതുപോലെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു പേപ്പർ ഉണ്ടായിരുന്നു ലോജിടെക്കിൻ്റെ ബ്രാൻഡിങ്. അതിപ്പോൾ കൈൻഡ് ഓഫ് മിസ്സിംഗ് ആണ്. ഇല്ല, ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ലോജിടെക്കിൻ്റെ ബ്രാൻഡിങ് എന്ന് ഒരിടത്ത് എഴുതിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പുറകിൽ നോക്കണമെങ്കിൽ ഇതൊരു മെയ്ഡ് ഇൻ ചൈന അല്ല, മെയ്ഡ് ഇൻ ഹോങ്കോങ് ആണ്. ഹോങ്കോങ് ഇപ്പോൾ ചൈനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് എന്നാലും ഹോങ്കോങ്ങിൽ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന് 2 ഇയർ ലിമിറ്റഡ് വാറണ്ടി ഉണ്ട്. അപ്പോൾ 1 വർഷമുള്ള 2 വർഷം ഇതിന് വാറണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെ എഴുതി. ഇത് സ്റ്റീരിയോ ഹെഡ്ഫോണാണ്, റൊട്ടേറ്റിംഗ് മൈക്രോഫോൺ ഉണ്ട്, ഇതിൽ വോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഹൈ എൻഡ് വോയിസ് ക്യാൻസലേഷൻ ആകാൻ സാധ്യതയില്ല. ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് 825 റുപ്പീസാണ് പറയുന്നത്. പക്ഷേ ഇതിലിവിടെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവിടെ 790 റുപ്പീസിൻ്റെ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ചിലപ്പോൾ ഇത് കിട്ടിയെന്നും വരാം. ഏതായാലും നമുക്കിതിൻ്റെ അകത്തെന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സീല് പൊട്ടിച്ചിരുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഇവിടെ എഴുതിയ ഫോർ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് 3.5 mm ഓഡിയോ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുമായിട്ട് ഇത് കമ്പാറ്റബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഹെഡ്സെറ്റ്. ഞാൻ ഈ ബോക്സ് എടുത്ത് മാറ്റി വെക്കട്ടെ. ഇതിൻ്റെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നത് ഇതൊരു ഗോൾഡ് പ്ലേറ്റഡ് ടിപ്പൊന്നുമല്ല. പക്ഷേ എന്നാലും ഇത് അത്യാവശ്യം നല്ലൊരു ഹൈ ക്വാളിറ്റിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അതിപ്പോൾ ഈ ഒരു ഇതിലായിട്ട് സ്നാപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം. കണ്ടോ, ഇത്ര ടൈറ്റായിട്ട് സ്നാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഒരു ചൈനീസ് ഹെഡ്ഫോണൊക്കെ എടുത്ത് ഇതുപോലെ ഇതിലേക്ക് വെച്ചാൽ ഇത്ര ടൈറ്റായിട്ട് പെർഫെക്റ്റായിട്ട് സ്നാപ്പ് ചെയ്യില്ല. അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ഒരു
ഓഡിയോ ജാക്കാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഇതിന് അത്യാവശ്യം നല്ല ഓവർ 2 മീറ്റേഴ്സിൻ്റെ ലെങ്ത്തും ഉണ്ട്. അത് ചിലർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നാം, ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നാം. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും വളരെ ഹൈ ക്വാളിറ്റി ഡ്യൂറബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, നല്ല സ്റ്റേഡിയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 2 സൈഡിലുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫോം ഉണ്ട്. പിന്നെ ഇവിടെ ആദ്യമായിട്ടുള്ള ലോജിടെക്കിൻ്റെ ഒരു ഷോർട്ട് ഫോമായ ലോജി എന്നൊരു ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഹെഡ്സെറ്റിനെ കുറിച്ച്. ഇതാണ് ഇതിൻ്റെ മൈക്രോഫോൺ. ഇതും വളരെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എല്ലാം ഒരു നല്ലൊരു സ്റ്റഡി ആയിട്ട് സ്റ്റിഫായിട്ടുള്ള ഒട്ടും ഫ്ലിംസി അല്ലാത്ത നല്ലൊരു ഹൈ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ഡിവൈസാണെന്ന് പറയാം. പിന്നെ ഇവിടെ എൻ്റെ മൈക്രോഫോൺ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ ഫോമുണ്ട്. ഈ ഫോമെല്ലാം ഇപ്പോൾ കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ പോവുകയാണെങ്കിലും ഇതിൻ്റെ തന്നെ റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഇൻ ടേംസ് ഓഫ് ലുക്സ് ആൻഡ് ഇൻ ടേംസ് ഓഫ് യൂസബിലിറ്റി എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു കൊടുക്കുന്ന പ്രൈസിനുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ടെന്ന് പറയാം. അണ്ടർ 500 റുപ്പീസ് ചൈനീസ് പ്രോഡക്റ്റും വേറെ ചില ബ്രാൻഡുകൾ ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ സെബ്രോണിക്സിൻ്റെ ഒക്കെ കിട്ടും. അതായത് ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ഗെയിമിംഗ് ഹെഡ്സെറ്റുകളും അത്യാവശ്യം വലിയ സൈസുള്ള ഹെഡ്സെറ്റുകളും കുറച്ച് LED ഡിഫറെൻറ്റ് കളേഴ്സ് തരുന്ന കിട്ടുന്ന ഒരു ഹെഡ്സെറ്റെല്ലാം കിട്ടും. പക്ഷേ നിങ്ങളുടെ ഒരു ആവശ്യം ഒരു ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ മീറ്റിംഗ്സ് ഒക്കെ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുക, സൂം കോൾസോ അല്ലെങ്കിൽ സ്കൈപ്പോ വെബ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇതുകൊണ്ടായിരിക്കും എന്തുകൊണ്ടും ഒരു വയേർഡ് ഹെഡ്സെറ്റിൻ്റെ കാര്യത്തിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി തരുന്നതെന്ന് നമുക്ക് സംശയിക്കാതെ തന്നെ പറയാം. പിന്നെ ഈ ഒരു ഹെഡ്സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ മൈക്ക് ലെഫ്റ്റ് സൈഡിൽ വെക്കാനായിട്ടാണ്. ഇങ്ങനെ വെക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നല്ല സ്റ്റഡി ആയിട്ട് നല്ല ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. ഷേക്ക് ചെയ്താലൊന്നും ഇത് പോവില്ല പെട്ടെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മൈക്ക് റൈറ്റ് സൈഡിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും. കാരണം ഇത് 180 ഡിഗ്രി മൂവബിൾ ആണ്. ഇങ്ങനെ വെക്കാൻ പറ്റും. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നതിൻ്റെ അത്രയും കംഫർട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇതിൽ ഓൾറെഡി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡ്, ഇതിൻ്റെ കേബിൾ ഓൾമോസ്റ്റ് മോർ ദാൻ 2 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചിലർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നും, ചിലർക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടും തോന്നാം. കാരണം കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ അത് പിന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്ട് വരും. പക്ഷേ നിങ്ങൾക്ക് ദൂരത്ത് നിന്ന് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ടേബിളിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മാറുന്ന ബെഡിലിരുന്ന് ക്ലാസ്സോ കോളോ അല്ലെങ്കിൽ ഈവൻ മൂവി കാണണമെന്നുണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യത്തിലെല്ലാം ഉപയോഗിക്കാം. എഗെയിൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയുന്നുണ്ടെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഒരു 2-3 കാര്യങ്ങൾ ഇതിനെ ലാക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ബേസ് ഇല്ല, കാരണം ഇതൊരു മ്യൂസിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. ക്ലാരിറ്റി, വോയിസ് ക്ലാരിറ്റി നന്നായിട്ടുണ്ട്. നിങ്ങളൊരു കോൾ ചെയ്യണമെങ്കിൽ, വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ മൂവീസ് കാണാനൊക്കെ വേണ്ടിയുള്ള അത്യാവശ്യം ബേസ് ഉണ്ട്. അത്യാവശ്യം മ്യൂസിക്കും കേൾക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു മ്യൂസിക് ലവർ ആണെങ്കിൽ ട്രിബിൾസും ബേസും ഹൈസും ലോസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നന്നായിട്ട് മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന ആ ഒരു പേർപ്പസിൽ ഇത് സൂട്ട് ചെയ്യില്ല. പക്ഷേ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും കോൾസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ ഈവൻ ഇപ്പോൾ നിങ്ങൾക്ക് വ്ളോഗിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ചാറ്റിങ്ങിലാണെങ്കിലോ ചെറിയ ലെവലിലുള്ള പോഡ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ടും ഇതിൻ്റെ മൈക്ക് നിങ്ങൾക്ക് നല്ലതാണ്. ഇതിൻ്റെ മൈക്കിൽ ഇവർ പറയുന്നത് ഇത് നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് എന്നാണ്. നിങ്ങൾ നേരത്തെ ആ പാക്കിങ്ങിൽ കണ്ട പോലെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് എന്നാണ്. പക്ഷേ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഒരു 700 റുപ്പീസിനുള്ള ഹെഡ്സെറ്റിൻ്റെ അകത്ത് അങ്ങനെ ഭയങ്കര ഹൈ എൻഡ് നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി ഒന്നും ഉണ്ടായില്ല. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന സെൻട്രൻസ് മൈക്ക് പോർട്ട് വെച്ച് റെക്കോർഡ് ചെയ്തിരുന്ന വോയിസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹെഡ്സെറ്റിൽ നിന്നുള്ള വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹെഡ്സെറ്റിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്ന പോലെ തന്നെ ഇത് നല്ല ഹൈ വോളിയത്തിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. അപ്പോൾ ഒരു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അപ്പോഴത്തേക്ക് എന്തെങ്കിലും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തുകൂടി പറയാം. ഇതിൻ്റെ അത് മ്യൂട്ട് ബട്ടണോ നെക്സ്റ്റ് ബട്ടണോ അങ്ങനെ വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഇതിൻ്റെ കേബിളിലില്ല. അതെല്ലാം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് സ്പെസിഫിക്കലി മൊബൈൽ ഫോൺസായിട്ടും അതുപോലെ കമ്പ്യൂട്ടേഴ്സ് വെച്ച് ലാപ്ടോപ്സ് ഒക്കെ വെച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ കുറേ കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.